നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ നോക്കുന്ന ആളുകളാണല്ലോ സർ. സോഷ്യൽ മീഡിയയിലൊക്കെ ചില നേരത്തെ കാണാറുണ്ട്, നരേന്ദ്രമോദി ഈ ഭാരതത്തിന്റെ ആ സാമ്പത്തികമൊക്കെ അങ്ങോട്ട് തകർത്തുകൊണ്ട് ഈ ഭാരതത്തിലെ നാട്ടുകാരുടെ എല്ലാ കഷ്ടപ്പാടിന്റെയും ആ നേതൃത്വം കൊടുക്കുന്നു. എന്നാൽ ഈ അദാനി അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വലിയ കോടീശ്വരന്മാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വലിയ പ്രചാരണങ്ങളൊക്കെ നമ്മളിൽ ഈ ഇസ്ലാമിക ഭീകര വിഭാഗത്തിൽ നിന്നും അതുപോലെ ഇവിടുത്തെ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ ആജീവനാന്ത പ്രധാന മന്ത്രിയുടെ ആ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാണ് സർ ഭാരതത്തിന്റെ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്കാണോ മോദി രാജിവെക്കേണ്ടി വരുമോ? അങ്ങനെയൊക്കെയാണ് ചിലർ പറയുന്നത്. മോദി രാജിവെക്കും വല്ലാതെ വൈകാതെ എന്നുള്ള പ്രചാരണം കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് സർ ഇതിന്റെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDPയുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഭാരതത്തിന്റെ പൊതു കടം വർദ്ധിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ കടം കയറി മുടിഞ്ഞു, രക്ഷയില്ല എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ സഖാക്കന്മാരും കോൺഗ്രസ്സുകാരും എടുത്തടിക്കുന്ന ഒരു മറുവാദമാണിത്. ഭാരതത്തിന്റെ കടം അങ്ങ് ആകാശം മുട്ടിയില്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം എന്ത് പാവ എന്നുള്ള മട്ടിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. അപ്പോ ഈ പൊതുകടം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ കടം, കേന്ദ്ര സർക്കാരിന്റെ കടം, ഈ രണ്ടും നമ്മൾ കൃത്യമായി മനസ്സിലാക്കാതെയാണ് ഈ ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് ഈ വിഷയം പൊതുവെ സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ തന്നെ നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്ന് ഞാൻ കരുതുക. അതായത് പൊതുകടം എന്ന് പറയുന്നത്, ഈ ഇന്ത്യയുടെ പൊതുകടം എന്ന് നമ്മളിപ്പോ പറയുന്നത് വളരെയേറെ കൂടുതലാണ്. അതായത് ഇന്ത്യയുടെ GDPയുടെ 81% വരുന്നു എന്നുള്ളതാണ് ആരോപണം. ശരിയാണ്, ഇന്ത്യയുടെ പൊതുകടം വളരെ ഉയർന്നു നിൽക്കുകയാണ്. അത് ഇന്ത്യയുടെ ആകെ GDPയുടെ 81% വരുന്നു എന്നുള്ളതും സത്യമാണ്. എന്നാൽ ഈ കടം എന്താണ്? ഇപ്പൊ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ കടത്തെ സംബന്ധിച്ച് നോക്കിയാൽ 2 തരമാണ്. ആഭ്യന്തരമായിട്ടുള്ള കടം, വിദേശ കടം. ഇത് 2 കടമുണ്ട്. ഇതില് നമുക്ക് ആഭ്യന്തരമായ കടം എന്താണെന്ന് നോക്കാം. ഇന്ത്യക്കകത്ത് ഇന്ത്യ ഗവൺമെന്റോ അതിന്റെ ഡിപ്പാർട്ട്മെന്റുകളോ എടുക്കുന്നതായിട്ടുള്ള കടം. ഇന്ത്യക്കകത്തെന്ന് പറയുമ്പോൾ ബാങ്കുകളിൽ നിന്ന് എടുക്കാം, റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കാം, അതല്ലെങ്കിൽ കടപ്പത്രം ഇറക്കിയിട്ട് അങ്ങനെ എടുക്കാം. ഇങ്ങനെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കടമെടുക്കാം. അതായത് ഓയിൽ കമ്പനികൾ അങ്ങനെയൊക്കെയുള്ളവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എടുക്കാം. LIC പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കാം. ഇതൊക്കെയാണ് ഈ ആഭ്യന്തര കടം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ. വിദേശ കടം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. വേൾഡ് ബാങ്ക്, IMF അമേരിക്കയോട് മേടിച്ചു, ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് ജപ്പാനിൽ നിന്ന് പൈസ മേടിച്ചു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വിദേശ കടം. അപ്പോൾ ഈ ആഭ്യന്തര കടവും വിദേശ കടവും എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കടവും സംസ്ഥാന കടവും എന്ന് നമ്മൾ വേർതിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഈ പറയുന്ന എല്ലാ സർക്കാരുകളും വാങ്ങുന്ന കടം എല്ലാം കൂടി കേന്ദ്ര ഗവൺമെന്റ് കടത്തിന്റെ കണക്കിനകത്ത് വരും. അപ്പോൾ കേന്ദ്ര കടം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് മാത്രം വാങ്ങിയ കടമല്ല, അതിനകത്ത് പിണറായി വിജയൻ വാങ്ങിയ കടവും വരും. അപ്പൊ സംസ്ഥാന കടവും എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടുന്നതാണ് കേന്ദ്ര കടം. അങ്ങനെ ആ കേന്ദ്ര കടം ഈ വർഷം 2024 സെപ്റ്റംബർ മാസം വരെ കണക്കാക്കുമ്പോൾ 176 ലക്ഷം കോടി രൂപയാണ്. ഇതല്ല ഇതിനകത്തെ ഭീകരാവസ്ഥ. എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭീകരാവസ്ഥയുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 147 കോടി 19 ലക്ഷം 19 ലക്ഷമായിരുന്നു. വളരെ വലിയൊരു കുതിച്ചുചാട്ടം ഒരൊറ്റ വർഷം കൊണ്ടുണ്ടായിരിക്കുന്നു. ഇത് വളരെ ഭീകരമാണ്. ഇതാണ് സാമ്പത്തിക വിദഗ്ധന്മാരെന്ന് പറയുന്നവരും രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും എടുത്തിട്ട് വീശുന്നത്. അതായത്
കഴിഞ്ഞ വർഷം 174 കോടി കടം, ഈ വർഷം കഴിഞ്ഞ വർഷം 147 കോടി കടം, ഈ വർഷം 176 കോടി കടം എന്ന് പറയുമ്പോൾ 30 കോടി കടം, 30 കോടി എന്ന് പറഞ്ഞാൽ 30 ലക്ഷം കോടി കടം ഒറ്റ വർഷം കൊണ്ട് വർദ്ധിച്ചു. അതിഭീകരമല്ലേ? കേട്ടാൽ എല്ലാവർക്കും തോന്നും ശരിയാണ്, അതിഭീകരമാണ്. എന്നാൽ ഈ ഭീകരാവസ്ഥയുടെ മറുവശം എന്താണ്? ഇതാരും ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഇതിന്റെ മറുവശം യഥാർത്ഥത്തിൽ ഈ കടം GDP അനുപാതം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡെപ്റ്റ് GDP റേഷ്യോ എന്ന് പറയും. അപ്പോൾ ഈ കടം GDP അനുപാതം ഉയർന്നു വരികയാണെങ്കിൽ അത് സാമ്പത്തിക പ്രതിസന്ധിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തുമുള്ള ഒരു വീക്ഷണം, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്, ഒരു വിശ്വാസം. ആ വിശ്വാസം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ലോകരാജ്യങ്ങളിലെ മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ GDP കടവും തമ്മിലുള്ള റേഷ്യോ വളരെ കൂടുതലാണ് എങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 2011 മുതൽ ഈ കടം GDP റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് 2011 മുതൽ ഈ കടം GDP റേഷ്യോ കൂടി. ഞാനിത് പറഞ്ഞു വരുന്നത് കോൺഗ്രസിന്റെ തലയിൽ വെക്കാൻ വേണ്ടിയല്ല. എന്നാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വർധനവെന്ന് പറയുന്നത് അതിഭീകരമായിട്ട് കൂടി. കോൺഗ്രസുകാരുടെ കാലത്തുണ്ടായിരുന്ന വർധനവൊന്നുമല്ല, മോദിജി വന്നപ്പോൾ അതിഭീകരമായിട്ട് കൂടി. എന്തുകൊണ്ട് കൂടി എന്നാരും ചോദിക്കുന്നില്ല. കൂടിയോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് കൂടി, എങ്ങനെ കൂടി, എന്തിനു വേണ്ടിയാണ് ഈ കടമെടുത്തത്? ഇവിടെയാണ് അമേരിക്കയും ചൈനയും ജപ്പാനും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ കടമെടുത്തത് പോലെ അല്ല, അല്ലെങ്കിൽ ബ്രിട്ടൻ കടമെടുത്തത് പോലെ അല്ല ഇന്ത്യ കടമെടുക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പൊ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഈ കടമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാകുന്നത്. കേരളത്തിൽ കടമെടുക്കുന്ന എന്തിനാണ്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ. പിന്നെ കടമെടുക്കുന്ന എന്തിനാണ്? സർക്കാരിൽ നിന്ന് പെൻഷൻ ആയവർക്ക് പെൻഷൻ കൊടുക്കാൻ. പിന്നെ കടമെടുക്കുന്ന എന്തിനാണ്? ഈ പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും മേടിച്ച പണത്തിന്റെ പലിശ കൊടുക്കാൻ. ഈ കാര്യത്തിന് വേണ്ടിയാണ് കേരളത്തിൽ കടമെടുക്കുന്നത്. അല്ലാതെ കേരളത്തിൽ കടമെടുത്തിട്ട് മനുഷ്യോപകാരപ്രദമായിട്ടോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയോ നാളെ ഉണ്ടാകുന്ന സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള അടിത്തറ പണിയാൻ വേണ്ടിയോ ഒന്നുമല്ല കടമെടുക്കുന്ന കേരളത്തിൽ. പക്ഷെ കേന്ദ്രം കടമെടുത്ത് എന്തിനു വേണ്ടിയാണ്? വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടുണ്ടായി. ഇപ്പോൾ ഭാരത് മാല പദ്ധതി, സാഗർമാല പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, അതുപോലെ തെക്ക് മുതൽ വടക്ക് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും ഇന്ത്യ മുഴുവൻ നീളുന്ന വലിയ നാഷണൽ ഹൈവേ 6 വരി പാതകൾ. കേരളത്തിലാണ് ഈ 6 വരി. കേരളത്തിന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് 8 വരിയാണ്, 12 വരിയാണ്, 14 വരിയാണ്. ഞാനിതിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള അനുഭവത്തിൽ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ 95,000 കിലോമീറ്റർ ആണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയത്. 6 വരി മുതൽ 16 വരിയുള്ള 95,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ടാക്കി. ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ദിവസം ഹൈവേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് 1 കിലോമീറ്റർ ആയിരുന്നു. നാഷണൽ ഹൈവേ ഒരു ദിവസം കോൺഗ്രസുകാരുടെ കാലത്ത്. അത് നരേന്ദ്രമോദി വന്നപ്പോൾ 18 കിലോമീറ്ററാണ് ഒരു ദിവസം ഉണ്ടാക്കിയത്. അത്രയും വലിയ വ്യത്യാസമാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോ ഇനി ഇത് റെയിൽവേ വൈദ്യുതീകരണത്തിന്റെ കാര്യത്തിൽ നോക്കിയാൽ 94% ഇന്ത്യയിലെ 94% റെയിൽവേ ലൈനുകളും വൈദ്യുതീകരിച്ച് കഴിഞ്ഞു. ഇനി വൈദ്യുതീകരിക്കാതെ കിടക്കുന്ന 6% ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയുള്ള ഒറ്റപ്പെട്ട മേഖലകളിലെ ചില ലൈനുകളൊക്കെ അവിടെ വൈദ്യുതി പോലും എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു വലിയ ലോക റെക്കോർഡാണ്. ഇത്രയും വലിയ തോതിലുള്ള വൈദ്യുതീകരണമുള്ള റെയിൽവേ സംവിധാനം ലോകത്തൊരു രാജ്യത്തും ഇല്ല. ഇനി മറ്റൊരു കാര്യം നോക്കിയാൽ മെട്രോ ട്രെയിനുകൾ. നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് 4 മെട്രോ സർവീസ് ഉണ്ടായിരുന്നത് ഇപ്പൊ 17 മെട്രോ സർവീസ് ആയിട്ട് വർദ്ധിച്ചു. അത് മാത്രമല്ല നമ്മുടെ വിമാനത്താവളങ്ങൾ 2014 നരേന്ദ്രമോദി വരുന്നതിന് മുൻപ് കേവലം 74 വിമാനത്താവളം ഉണ്ടായിരുന്ന രാജ്യത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 148 വിമാനത്താവളങ്ങളായി ഇരട്ടിയിലധികമായിട്ട് അത് വർദ്ധിച്ചു. തുറമുഖങ്ങളുടെ ശേഷി 8 മടങ്ങ് വർദ്ധിച്ചു. ഇപ്പോൾ നമുക്കറിയാം വിഴിഞ്ഞം പോലെയുള്ള തുറമുഖങ്ങളൊക്കെ പുതുതായിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യം 41.5 കോടി ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തി എന്നുള്ളതാണ്.
ദാരിദ്ര്യ രാജ്യമാണ്, പട്ടിണി രാജ്യമാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആ രാജ്യത്തിന്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് വലിയ പുരോഗതിയാണ് അവിടെ ഉണ്ടായത്. ഇനി ഇതൊക്കെയാണ് എങ്കിൽ പോലും, ഇതിനു വേണ്ടിയൊക്കെയാണ് കടമെടുത്തത് എന്ന് പറയുമ്പോൾ പോലും 176 ലക്ഷം കോടി കടം വീട്ടാൻ പറ്റുന്നതാണോ? അതോ കേവലം ഒരു നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം മാത്രമാണോ? നാടൻ ഭാഷ പറഞ്ഞാൽ വെറും തള്ളാണോ എന്നുള്ളതിന് കൃത്യമായ കണക്കുകളിലൂടെ നമുക്ക് മറുപടി പറയാൻ പറ്റും. അതായത് വിദേശ നാണ്യ ശേഖരം എന്നുള്ളത് നമ്മുടെ 2014 നരേന്ദ്രമോദി വരുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത് വിദേശ നാണ്യ ശേഖരവും അതിന്റെ വിദേശ നാണ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിദേശ കടത്തിന്റെ റേഷ്യോ നോക്കിയാൽ, കടം വിദേശ നാണ്യം റേഷ്യോ, അതായത് നമുക്ക് ഇന്ത്യയിലുള്ള കടം എത്രയാണ്, ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന വിദേശ നാണ്യ ശേഖരം, ഇതിന്റെ രണ്ടിന്റെ കൂടെ റേഷ്യോ നോക്കുമ്പോൾ 2014 നമുക്ക് കടം വാങ്ങുന്ന പണത്തിന്റെ 68.2% തിരിച്ചടയ്ക്കാനുള്ള വിദേശ നാണ്യമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതായത് 100 രൂപ നമ്മൾ കടം മേടിച്ചാൽ, അന്താരാഷ്ട്ര കടം മേടിച്ചാൽ നമുക്ക് 68 രൂപയെ കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അതല്ല സ്ഥിതി. 100 രൂപ കടം മേടിച്ചാൽ 2022 കണക്കാണിത്, 97.8 എന്ന് പറഞ്ഞാൽ 98% രൂപ 100 രൂപ കടം മേടിച്ചാൽ 98 രൂപയും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ട്. വിദേശ നാണ്യ ശേഖരം മാത്രം എടുത്താൽ നമ്മുടെ കയ്യിൽ അത്രയും പണമുണ്ട്. ബാക്കി 2% ഉള്ളൂ, അത് ഖജനാവിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ എടുത്തിരിക്കുന്ന 176 ലക്ഷം കോടി രൂപ ഈ നിമിഷം ഇങ്ങോട്ട് വെക്കാൻ പറഞ്ഞാൽ ഈ നിമിഷം കയ്യിൽ വെക്കാൻ മാത്രം, ആരുടെ കയ്യിലോട്ട് കൊടുക്കാൻ മാത്രം പണം ഇന്ത്യയുടെ കൈവശമുണ്ട്. അത് വിദേശ നാണ്യമാണെങ്കിൽ അങ്ങനെയുണ്ട്, അതല്ലാതെയാണെങ്കിൽ അതുകൊണ്ട്. ഇനി അന്താരാഷ്ട്ര തലത്തിൽ, ആഗോളതലത്തിൽ ഭാരതത്തെക്കുറിച്ച് നടത്തിയിരിക്കുന്ന പഠനത്തില് ഈ വാങ്ങൽ ശേഷി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ജനങ്ങളുടെ പർച്ചേസിങ് പവർ എന്ന് പറയും, സാധനങ്ങൾ വാങ്ങാനുള്ള പവർ. ഇപ്പോ ലോകത്ത് ഒരു സാമ്പത്തിക രംഗത്ത് നടക്കുന്ന ഒരു ചൊല്ലുണ്ട്. ലോകത്ത് ഏത് കാർ ഇറങ്ങിയാലും, ഏത് വിമാനം ഇറങ്ങിയാലും, ഏത് ഹെലികോപ്റ്റർ ഇറക്കിയാലും, ഏത് കപ്പൽ ഇറക്കിയാലും ഏറ്റവും കൂടുതൽ ആ സാധനം വിറ്റ് പോകുന്നത് ഇന്ത്യയിലാണ്. നമ്മളെല്ലാം ഇന്ത്യക്കാർ പാവങ്ങളാണ്, പട്ടിണിയാണ്, ഇവിടെ ഒന്നും ഇല്ലെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പല വിദേശ രാജ്യങ്ങളിലും പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. സമ്പദ് രാജ്യങ്ങളായിട്ടുള്ള പല വിദേശ രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ റോഡിലേക്ക് നോക്കി, നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റോഡിലേക്ക് ഒന്ന് നോക്കിയിരിക്കുക, എത്ര കമ്പനിയുടെ കാറുകളാണ് വരുന്നത്. ഞാൻ പല സമ്പദ് രാജ്യങ്ങളിലും യാത്ര ചെയ്തപ്പോൾ കൂടി വന്നാൽ ഒരു 5-6 കമ്പനികളുടെ കാറ് മാത്രമേ കാണാനുള്ളൂ. ഏറ്റവും ടോപ്പ് എൻഡിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മിഡിൽ എൻഡിലുള്ളതായിരിക്കാം, എന്തുവാട്ടെ 5-6 കമ്പനിയുടെ കാറ് മാത്രമേ വിദേശ രാജ്യങ്ങളിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ ഹൈവേ കൂടി ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹൈവേയില് ഒരു അരമണിക്കൂർ നേരം നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ഈ ലോകത്തുള്ള മുഴുവൻ കാർ കമ്പനിയുടെയും കാറുകൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകും. അതാണ് ഭാരതം. അത്രമാത്രം പർച്ചേസിംഗ് പവർ നമുക്കുണ്ടായി. ഇന്ന് ഇന്ത്യയുടെ വിമാനത്താവളങ്ങളിൽ പോയി നോക്കുക. ഞാൻ എപ്പോഴും വിമാനത്താവളങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, പ്രൈവറ്റ് ജെറ്റുകളും ഒരു പ്രത്യേക സ്ഥലത്ത് കിടക്കുന്നത് കാണാം. അപ്പൊ അതില് ഒക്കെ എത്രയോ വ്യവസായികൾ, എത്രയോ ബിസിനസ് ഗ്രൂപ്പുകൾ വ്യക്തിപരമായിട്ട് പേരെഴുതി വെച്ചിരിക്കുന്ന, ഇപ്പം ചിലയിടത്തൊക്കെ ചെന്നാൽ ജോയി ആലുക്കാസ്, നമ്മുടെ കല്യാൺ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ജെറ്റ് വിമാനങ്ങൾ കിടക്കുന്നത് കാണാം. അപ്പോ ഇങ്ങനെ ഇതൊക്കെ മേടിക്കാൻ ഇവിടെ പൈസ ഉണ്ട്. അതാണ് ഇന്ത്യക്കാരൻ. ഈ രംഗത്ത് കണക്ക് വെച്ച് നോക്കുമ്പോൾ ലോകത്ത് 3-ാം സ്ഥാനം ഇന്ത്യയിലാണ് പർച്ചേസിംഗ് പവർ. ഞാനിപ്പോ വിമാനത്തിന്റെയും കാറിന്റെയും ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന പാത്രമാണെങ്കിലും, കോസ്മെറ്റിക്സ് ആണെങ്കിലും, മരുന്നാണെങ്കിലും, വസ്ത്രമാണെങ്കിലും, ആഭരണമാണെങ്കിലും, ചെരുപ്പാണെങ്കിലും, എന്താണേലും പർച്ചേസിംഗ് പവർ അത്രമാത്രം കൂടിയിരിക്കുന്നു. പിന്നെ GDP-യുടെ കാര്യത്തിൽ ഇന്ന് നമുക്ക് ലോകത്ത് 5-ാം സ്ഥാനമുണ്ട്. അതായത് ലോക സമ്പദ് വ്യവസ്ഥ മൊത്തം എടുത്താൽ ആകെ ലോകത്തുള്ള സമ്പത്തിന്റെ 3.3% ഇന്ന് ഈ രാജ്യത്തുണ്ട്. അതുപോലെ ലോകത്തിന്റെ പർച്ചേസിംഗ് പവറിന്റെ അടിസ്ഥാനം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള 8.23% സാധനവും ഒറ്റയ്ക്ക് മേടിക്കാൻ കഴിയുന്ന രാജ്യമായിട്ട് ഇന്ത്യ വളർന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജപ്പാനെ പിന്തള്ളി എന്ന് ഓർക്കണം, ജർമ്മനിയെ പിന്തള്ളി എന്ന് നോക്കണം. അവരെയൊക്കെ പിന്തള്ളിയാണ് ലോകത്ത് പർച്ചേസിംഗ് പവറായിട്ട്, 3-ാമത്തെ പർച്ചേസിംഗ് പവറായിട്ട് ഭാരതം വളർന്നത്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എവിടം വരെ എത്തും
ഈ സ്പീഡിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സാമ്പത്തിക വളർച്ച ഇപ്പൊ 8.24 സാമ്പത്തിക വളർച്ചയുള്ള ലോകത്തെ 1-ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഭാരതത്തിൻ്റെതാണ്. ഓർക്കണം, സാമ്പത്തിക മാന്ദ്യം വന്നിട്ടുണ്ട്, വിദേശ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക മാന്ദ്യം വന്നാലും ഉപരോധം ഏർപ്പെടുത്തിയാലും നമ്മൾ പുറകോട്ടല്ല പോകുന്നത്, മുന്നോട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് 8.24% വളർച്ചാ നിരക്കോടുകൂടി നമ്മൾ ഇന്ന് ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി ഇവിടെ അമേരിക്കയിലെ ഗോൾഡ്മാൻ സാക്സ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സർവേ സ്ഥാപനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളല്ല പറഞ്ഞത്, അമേരിക്കയിലെ സാമ്പത്തിക സ്ഥാപനമാണ് പറഞ്ഞത്. ഈ രീതിയിൽ ഈ രാജ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ 2070 അമേരിക്കയെ ഇന്ത്യ പിന്തള്ളി ലോകത്ത് 2-ാം സ്ഥാനം പിടിച്ചെടുക്കും എന്നുള്ളതാണ് അമേരിക്കയിലെ സ്ഥാപനം തന്നെ പറഞ്ഞിരിക്കുന്ന സർവേ റിപ്പോർട്ട്. ഇനി നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ കടം GDP റേഷ്യോ 81% ആണെന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? കടം GDP റേഷ്യോ നമുക്കൊന്ന് നോക്കാം. അതായത് അമേരിക്കയുടെ കടം GDP റേഷ്യോ 122%. അതായത് 100 രൂപ അമേരിക്ക കടം മേടിച്ചാൽ 122 രൂപ തിരിച്ചു കൊടുക്കണം. അത്രയും കടബാധ്യതയിലാണ് നിൽക്കുന്നത്. ചൈന 287 എന്ന് പറഞ്ഞാൽ 100 രൂപ അമേരിക്ക ചൈന കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത് 287. ജർമ്മനി 166%. 100 രൂപ ഇങ്ങോട്ട് മേടിച്ചാൽ 166 രൂപ അങ്ങോട്ട് കൊടുക്കണം. കാരണം പഴയത് മേടിച്ചെല്ലാം കുമിഞ്ഞു കൂടി കിടക്കുകയാണെന്ന് അതിന്റെ അർത്ഥം. ജപ്പാൻ 261%. അപ്പോൾ ഇത്രയെല്ലാമുള്ള ഈ വൻശക്തികൾ ഇത്രയും വലിയ കടക്കെണിയിൽ വീണ് കിടക്കുമ്പോഴാണ് ഇന്ത്യ 81% നിൽക്കുന്നത്. ആ 81% ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴെടുത്ത് കൊടുക്കാൻ ഉള്ള കരുത്തും സാമ്പത്തിക ശേഷിയും ഭാരതത്തിനുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര സാമ്പത്തിക സർവേ നടത്തുന്ന സ്ഥാപനങ്ങളും സാമ്പത്തിക വിദഗ്ധന്മാരും വേൾഡ് ബാങ്ക്, IMF പോലെയുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളും പറയുന്നു ഇന്ത്യക്ക് ഇനിയും കടം വാങ്ങിയാലും അത് തിരിച്ചടയ്ക്കാനുള്ള ശേഷി ഇന്ത്യയിലുണ്ട്. ഇവിടെ ഇന്ത്യയിലെ പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കടം വാങ്ങുന്നത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയാണ്, നിക്ഷേപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ നിക്ഷേപം മുഴുവൻ പണമായിട്ട് തിരിച്ചു വരിക. ഇപ്പൊ നമ്മൾ 1 കോടി രൂപയുടെ വീട് വെക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു എക്സ്പെൻഡിച്ചർ. എന്നാൽ ആ 1 കോടി രൂപയുടെ 10 വീടുണ്ടാക്കി, 10 ലക്ഷത്തിന്റെ 10 വീടുണ്ടാക്കിയിട്ട് വാടകയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഇൻകമാണ്. ഇന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ ഉണ്ടാക്കുന്നതല്ല, ഇൻകമാണ്. അതായത് ഇന്ത്യ മുഴുവൻ ഹൈവേ ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് വരുമാനം നാളെ ഉണ്ടാവും. ടോള് വിരിച്ചിട്ട് മാത്രമല്ല, ബിസിനസ് ഡെവലപ്മെന്റ്, കാർഷിക ഡെവലപ്മെന്റ്, ടൂറിസം ഡെവലപ്മെന്റ്, അങ്ങനെ ഉണ്ടാകുന്ന വരുമാനം. അതുപോലെ റെയിൽവേ, അതുപോലെ മെട്രോ, അതുപോലെ തുറമുഖം, അതുപോലെ എയർപോർട്ട്, അതേപോലെ തന്നെ സർക്കാർ ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ഇങ്ങനെ എല്ലാ മേഖലയിലും നമ്മളിപ്പോൾ മുടക്കിക്കൊണ്ടിരിക്കുന്ന പണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചു വരും. ഇപ്പൊ 2 വർഷം 4 വർഷം കൊണ്ട് ഹൈവേ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ഹൈവേ അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്താൽ ആ നിമിഷം മുതൽ പണം തിരിച്ചു വന്നു തുടങ്ങിയാണ്, പല വഴിയിൽ തിരിച്ചു വരികയാണ്. ഇതുപോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പറയും പണ്ട് പട്ടേൽ പ്രതിമ ഉണ്ടാക്കി ഗുജറാത്തില്, 3000 കോടി രൂപ മുടക്കി, വല്ല വട്ടുണ്ടോ, കാക്ക കാഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ലേ എന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചത്. ഞാനിത് കാണാൻ വേണ്ടി ഗുജറാത്തിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു 3000 കോടി ഞങ്ങൾ മുടക്കി, ഇപ്പൊ 10000 കോടി പിരിഞ്ഞു കഴിഞ്ഞു, 36,000 പേർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞു. ഒരു പ്രതിമയാന്ന് ഓർക്കണം. ആ പ്രതിമ എന്ന് പറയുന്നത്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, അത് 16 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം വനമായിരുന്ന, മലയായിരുന്ന പ്രദേശം വലിയ ടൗൺ ആയി മാറിക്കഴിഞ്ഞു. ആ പ്രദേശത്തുള്ള വനത്തിനകത്തെ ആദിവാസികൾ മുഴുവൻ ഇപ്പൊ അവിടെ യൂണിഫോം ഇട്ട് പണിയെടുക്കുന്ന ആൾക്കാരായിട്ട് മാറിക്കഴിഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു കടമെടുക്കലും കടം വിനിയോഗിക്കലുമാണ് ഭാരതത്തിൽ നടക്കുന്നത്. അതായത് നമ്മൾ 100 രൂപ കടം മേടിച്ചാൽ ആ കടം മേടിച്ച പൈസ കൊണ്ട് 150 രൂപ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളിപ്പോ സമയക്കുറവ് കൊണ്ട് ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബജറ്റ് വിഹിതം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പണ്ടെല്ലാം ബജറ്റ് ആയുധം വാങ്ങാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ആയുധം ഉണ്ടാക്കി 36 രാജ്യങ്ങൾക്ക് വിൽക്കുക. ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന വിമാനം അമേരിക്ക ബുക്ക് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞാൽ ചുമ്മാ തള്ളുക എന്ന് പറയും.
പക്ഷേ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ലോകം മുഴുവൻ നമ്മുടെ ബാറ്റൺ ടാങ്കുകൾ, നമ്മുടെ മിസൈലുകൾ, നമ്മളുടെ എല്ലാ വിധത്തിലുള്ള ബോംബുകൾ, ഇതെല്ലാം തന്നെ ലോകം മുഴുവൻ ഇന്ന് വിറ്റഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ പ്രതിരോധ രംഗത്ത് നമ്മൾ വാരിക്കോരി ചെലവഴിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നേരെ തിരിച്ച് നമ്മൾ ആയുധം വിറ്റ്, നമ്മൾ പാറ്റൺ ടാങ്ക് വിറ്റ്, നമ്മൾ യുദ്ധക്കപ്പൽ വിറ്റ്, നമ്മൾ ഫൈറ്റർ ജെറ്റുകൾ വിറ്റ് പണം തിരിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന സാമ്പത്തിക ശക്തി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്കിത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഉറപ്പാണ് നമ്മുടെ മക്കൾ ഇത് മുഴുവൻ കാണും. കാരണം നമ്മൾ തന്നെ ചിന്തിക്കാത്ത വിധത്തിലുള്ള അതിഭീകരമായ, അങ്ങനെ വേണം പറയാൻ, നമ്മൾ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വമ്പിച്ച പുരോഗതിയാണ് ഇപ്പൊ നടക്കുന്നത്. കഴിഞ്ഞ 11 വർഷമായിട്ട് ഒരു ചില്ലി പൈസയുടെ അഴിമതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് കണ്ടുപിടിക്കാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല, വിദേശ സർവേ നടത്തിയ ശക്തികൾക്ക് കഴിഞ്ഞില്ല, ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ 1% അഴിമതി ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ 11ാമത്തെ വർഷത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഒരു രാജ്യം ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട വസ്തുതയാണ്. ഈ വസ്തുതകൾ ജനങ്ങൾ അറിയാതിരിക്കാനും ചർച്ച ചെയ്യാതിരിക്കാനും വേണ്ടിയാണ് ഇതാ നമ്മൾ സാമ്പത്തികമായിട്ട് തകരാൻ പോകുന്നേ, നമുക്ക് ഭയങ്കര വിദേശ കടമാണ്, വിദേശ കടം വാണം പോലെ ഉയരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ, കോൺഗ്രസ്, ജിഹാദി ശക്തികൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഉറഞ്ഞു തുള്ളുന്നത്. അവര് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഇതുപോലെ ഉരുളക്കുപ്പേരി പോലെ കറക്റ്റ് കണക്ക് വെച്ച് മറുപടി പറയാൻ ഇനിയും നമ്മുടെ കയ്യിലുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞപ്പോഴേക്ക് അരമണിക്കൂർ ആയതുകൊണ്ട് ഞാൻ ഒരു ടഫ് സബ്ജക്റ്റ് ആണ്, ഒരു ഡ്രൈ സബ്ജക്റ്റ് ആണ്. ഇത് സാധാരണ ആൾക്കാർക്ക് അത്ര രസകരമായിട്ട് സുഖിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് പല കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പോ മറ്റൊരു കാര്യം നമ്മൾ ചർച്ചയിൽ പറഞ്ഞില്ല എങ്കിൽ പോലും പൊതുജനം ഉയർത്തുന്ന ഒരു ചോദ്യമാണ്, ഡോളറിനെതിരായിട്ട് രൂപയുടെ മൂല്യം കുറയുകയാണല്ലോ, ഇടിയുകയാണല്ലോ. ഇല്ലേ ബൈജു, അത് ചോദിക്കാൻ എഴുതുന്ന ചോദ്യം. ഇല്ല, ഞാൻ സാർ പിന്നെ അത് മറ്റൊരു ദിവസം സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചു. അതുപോലെ ഇവിടെ ഒരു സജഷൻ വന്നിട്ടുള്ളതാണ് മുരളീധരൻ നായർ എന്നുള്ള ആളുടെ. അഡ്വക്കേറ്റ് ജയസുരൻജി കൈൻഡ്ലി ഡു എ ഡിസ്കഷൻ ഓൺ ഡെപ്റ്റ് മെയ്ഡ് ബൈ മൻമോഹൻ സിംഗ്സ് ടൈം എസ്പെഷ്യലി ബേസ്ഡ് ഓൺ പെട്രോൾ. ഒരു സബ്ജക്റ്റ് ആണ് അദ്ദേഹത്തെ, അതുകൊണ്ടാണ് ഞാനത് വായിച്ചത്. മാത്രമല്ല സർ, ഇതിൽ എനിക്കൊരു ചോദ്യമായിട്ടുള്ളത് തോന്നിയിട്ടുള്ളത്, അതായത് ഇപ്പൊ 6.5 പതിറ്റാണ്ട് ഇവിടത്തെ ഭരിച്ച ആ ഒരു UPA സർക്കാരിന്റെ ഭരണമൊക്കെ നമ്മൾക്കറിയാം. അത് നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ എല്ലാം അറിയാം. ഇത് മാജിക് ആണ്, എന്തെങ്കിലും മാജിക് കാണിച്ചിട്ടാണോ ഈ നരേന്ദ്രമോദിജി ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിൽ 3ാം സ്ഥാനത്തേക്കൊക്കെ കുതിച്ചുയർന്നത്? എങ്ങനെയാണ് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക? ഇതിൽ യാതൊരു മാജിക്കും ഇല്ല. എല്ലാവർക്കും മനസ്സിലാകുന്ന 2 കാര്യങ്ങളെ മോദിജി ചെയ്തിട്ടുള്ളൂ. നമ്പർ 1, അഴിമതി 1% ഞാൻ അനുവദിക്കില്ല. അഴിമതിയുടെ നിഴലെങ്കിലുമുള്ള ഒരാളും എന്റെ മന്ത്രിസഭയിൽ ഒരു നിമിഷം ഉണ്ടായിരിക്കില്ല എന്ന് 11 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഈ നിമിഷം വരെ പാലിച്ചിട്ടുണ്ട്. അഴിമതി തുടച്ചു നീക്കി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് നമുക്കറിയാമല്ലോ, വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരുന്ന ആ കോടികൾ പോലും പിടിച്ചെടുത്തു. 2ാമത്തെ കാര്യം, ഗവൺമെന്റ് ഒരു പണം മുടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. പണ്ട് വിദേശത്തേക്ക് ഇന്ത്യയിലെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രി ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വിമാനം നിറയെ പത്രലേഖകരെ കൊണ്ടുപോകായിരുന്നു. 100-200 പത്രലേഖകരെ കൂടെ കൊണ്ടുപോകുക. വ്യവസായികൾ, ബിസിനസ്സുകാർ, ഇവരെല്ലാം കൊണ്ടുപോകാം. ആ പരിപാടി അങ്ങ് നിർത്തി. പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോൾ ഒരു പത്രക്കാരനും കൂടെ വരണ്ട. കാരണം നിങ്ങൾക്കൊക്കെ അവിടെ ബ്യൂറോ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന വാർത്ത ഞങ്ങളുടെ ഇൻഫർമേഷൻ ബ്യൂറോ വഴി, സർക്കാർ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് വഴി അങ്ങ് തരുന്നത് അങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടായില്ല. ആദ്യമൊക്കെ മുറുമുറുപ്പുണ്ടായി, പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെലവ് ചുരുക്കൽ എന്ന് പറയുന്നത് അവിടെ മുതൽ തന്നെ അദ്ദേഹം കാണിച്ചു തന്നു. പ്രധാനമന്ത്രി 11 വർഷമായി, വയസ്സ് 75 കഴിഞ്ഞു, ഒരു പൈസ ഇന്ന് വരെ ചികിത്സാ ചെലവ് എഴുതിയെടുത്തിട്ടില്ല. നമ്മുടെ ഇവിടെ ഡൂക്കിൽ MLA വരെ കോടികൾ എഴുതിയെടുക്കുക. ആരെങ്കിലും ചോദിച്ചാൽ പറയും ഞങ്ങളുടെ റൈറ്റ്, അവകാശം. ആരാ അവകാശം ഉണ്ടാക്കുക? അവര് തന്നെ. കോടികളാണ് എഴുതിയെടുക്കുന്നത് ഇവിടുത്തെ ഓരോ MLA. മന്ത്രിമാരുടെ കാര്യം പിന്നെ പറയാനില്ല. നരേന്ദ്രമോദി ഒരു പൈസ ഇതുവരെ എടുത്തിട്ടില്ല. ചെലവ് ചുരുക്കലാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി പറയാം. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. ഒരു കേന്ദ്രമന്ത്രി, ഇപ്പോഴല്ല പഴയൊരു മന്ത്രി, അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി ആയിരിക്കുന്ന സമയത്ത്
വിമാനത്താവളത്തിലേക്ക് പോവുകയാണ് വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോ വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് പുറപ്പെടാൻ 1 മണിക്കൂറേ സമയമുള്ളൂ. ഇദ്ദേഹം ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ഡൽഹി എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. എയർപോർട്ടിനടുത്ത് എത്താറായപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ഫോൺ കോൾ ഇതാണ്: ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങൾ ഉടനെ ഓഫീസിലേക്ക് എത്തണം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് ഇനിയിപ്പോ അരമണിക്കൂറേ ഉള്ളൂ ഫ്ലൈറ്റ് പോകാൻ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞാൽ ഇനി ഓഫീസിലേക്കൊന്നും വരാൻ പറ്റിയല്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അല്ല, ഓഫീസ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, തിരിച്ചു വന്നേ പറ്റുമെന്ന്. ഞെട്ടിപ്പോയി ഇയാള്. ഫ്ലൈറ്റ് പോയാൽ ഫോട്ടോ എന്ന് പറഞ്ഞ് മന്ത്രി തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോ ഒറ്റ ചോദ്യമേ ഉള്ളൂ: ആരോട് ചോദിച്ചിട്ടാ വിദേശത്ത് പോകുന്നേ? അതുകൊണ്ട് ഓഫീസിലിരുന്ന് പണിയെടുത്താൽ മതി, വിദേശത്ത് പോകാൻ നേരത്തെ ഞങ്ങൾ പറയാം. ഇതാണ് നരേന്ദ്രമോദി. അപ്പോ ഒരു യാത്ര പോലും നടക്കുന്ന കാര്യമല്ല. എനിക്ക് പേഴ്സണലായിട്ട് അനുഭവമുള്ള ഒരു കാര്യം പറയാം. ഞാൻ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഡൽഹിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കാണാൻ വേണ്ടി ഒരു സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ പോയി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയല. അവിടെ ചെന്നപ്പോ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടുന്ന് ടാക്സി പിടിച്ചു വന്നു എയർപോർട്ടിൽ നിന്ന്, ഇനിയിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഓ, ഇനി നിങ്ങൾ ടാക്സി ഒന്നും പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ബെല്ലടിച്ചു. ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, ഇദ്ദേഹത്തെ എവിടെയാ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് വൈകുന്നേരം ഇദ്ദേഹം താമസിക്കുന്നിടത്ത് കൊണ്ടുപോയിട്ടേക്കണം എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാ പോയെന്നറിയാം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന ഒരു 1-ാം തരം കാറ് ഡ്രൈവർ സഹിതം എനിക്ക് തന്നിരിക്കുക. ഒരു ഫുൾ ഡേ എനിക്ക് നടക്കാം, ഒരു പൈസയും മുടക്കണ്ട. ഇന്ന് ആ പരിപാടി ഇല്ല. നരേന്ദ്രമോദി വന്നപ്പം മന്ത്രിക്ക് പോലും ഇതുപോലെ ചുമ്മാ ഇറങ്ങി നടക്കാൻ പറ്റില്ല, കാറ് കൊടുത്തിട്ടില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇതുപോലെ ഓരോ കാര്യങ്ങൾ. എയർ ഇന്ത്യ എങ്ങനെയാ ഒളിഞ്ഞു പോയത്? എയർ ഇന്ത്യയിൽ ഒരു ദിവസം ഞാൻ ആസാമിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവാണ്. എയർ ഇന്ത്യ വിമാനത്തില് നിറയെ ആൾക്കാരാണ്. അവസാനമാണ് എനിക്ക് മനസ്സിലായത്, ഞാനടക്കം 12 പേര് ടിക്കറ്റ് എടുത്തവരുള്ളൂ. ബാക്കി മുഴുവൻ ഗവൺമെന്റ് ഒഫീഷ്യൽസും ഗവൺമെന്റ് ഗസ്റ്റുമാണ്. അവർക്ക് ടിക്കറ്റ് വേണ്ട. വെറുതെ അല്ലല്ലോ 62,000 കോടി രൂപയ്ക്ക് അത് കടം കയറി മുടിഞ്ഞ് അവസാനം ടാറ്റയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നത്. അപ്പൊ ഇതാണ് ഇന്ന് ഈ സാമ്പത്തിക സുരക്ഷയുടെ ലക്ഷണങ്ങൾ. ഞാൻ ഇതിന്റെ മുഴുവൻ കാരണങ്ങളിലേക്ക് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: അഴിമതി നിരോധിച്ചു, പൈസ ചെലവാക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാത്രമാക്കി. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഈ സാമ്പത്തിക പുരോഗതി ഭാരതം നേടിയെടുത്തത്. സാറേ, ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നിരുന്നാലും ഞാനത് ലാസ്റ്റ് ചോദിക്കുകയാണ്. ഇപ്പോ ജി ഡി പി എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ പല ചർച്ചകളും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ലളിതമായ കുറഞ്ഞ വാക്കുകൾ, എന്താണ് സാർ ജി ഡി പി? ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഒരു വീട് മാത്രം എടുക്കാം. ഒരു വീട്ടില് ഒരു മാസം എത്ര രൂപ വരുമാനമുണ്ട്, ആ വീട്ടിൽ എത്ര പേര് പണിയെടുത്തിട്ടാണ് ഈ പണം വരുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പൊ ഒരാൾക്ക് ശമ്പളമുണ്ട്, അല്ലെ 2 പേർക്ക് ശമ്പളമുണ്ട്. അപ്പൊ 2 പേര് പണിയെടുത്തതിന്റെ ശമ്പളം വന്നു. പിന്നെ കൃഷിയുണ്ട്, കൃഷിയിൽ നിന്ന് വന്നു. പശുവിനെ വളർത്തുന്നുണ്ട്, പാല് വിറ്റു, ചാണകം വിറ്റു, അങ്ങനെ വന്നു. ഇനി അവസാനം വീട്ടിലിരുന്ന പഴയ പാത്രമെല്ലാം കൂടെ തൂക്കി വിറ്റു, അങ്ങനെ വന്നു. പാഴ്മരം വെട്ടി വിറ്റു, അങ്ങനെ വന്നു. ഇങ്ങനെയുള്ള എല്ലാം കൂടെ കൂട്ടി ഒരു വീടിന്റെ ഒരു മാസത്തെ വരുമാനം എത്രയാണ് എന്ന് പറയുന്നത് പോലെ ഓരോ രാജ്യത്തിനും മൊത്തമായിട്ടൊരു വരുമാനമുണ്ട്, ഓരോ സംസ്ഥാനത്തിനും മൊത്തമായിട്ടൊരു വരുമാനമുണ്ട്. ഇപ്പൊ ഇതാണ് ഈ GDP എന്ന് പറയുന്നത്, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് പിന്നെ വ്യക്തിപരമായിട്ട് എടുക്കാം. ഒരു വ്യക്തിക്ക് എത്ര വരുമാനമുണ്ട്, ഒരു കുടുംബത്തിന് എത്ര, ഒരു വ്യക്തിക്ക് എത്ര, ഒരു സംസ്ഥാനത്തിന് എത്ര, ഒരു രാജ്യത്തിന് എത്ര. അത് രാജ്യത്തിന്റെ മൊത്തമായ വരുമാനത്തെ കണക്ക് കൂട്ടി പറയുന്നതിന്റെ പേരാണ് GDP. ഓക്കെ, നമ്മള് ഇപ്പൊ ഞാന് സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോളറിന്റെ റേറ്റ് നോക്കുകയായിരുന്നു. 84.92 ആണ് റേറ്റ് കാണിക്കുന്നത്. മാന്യപ്രേക്ഷകരെ, ഇപ്പൊ നമുക്കറിയാം ജിഹാദികളൊക്കെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഡോളർ ഇങ്ങനെ കുതിച്ചു പോകുന്നു, രൂപ ഇങ്ങനെ കുറഞ്ഞു വരുന്നു, മൂല്യം കുറഞ്ഞ് താഴോട്ട് വരുന്നു എന്നുള്ളത്. അതിന് ഇവര് എക്സാമ്പിൾ പറയുന്നത് 53-ൽ നിന്ന് നരേന്ദ്രമോദിജി ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇത്രയായി 85-ലേക്ക് എത്തി എന്നൊക്കെയാണ്. അപ്പൊ ആ ഒരു വിഷയം അധികം തന്നെ ചർച്ച ചെയ്യേണ്ട വലിയൊരു വിഷയം തന്നെയാണ്. അപ്പൊ അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ജയസൂര്യൻ സാർ നമ്മളോട് അത് ഷെയർ ചെയ്യുമെന്നുള്ളതാണ്. മറ്റൊന്നാണ് MEC 7 എന്ന് പറയുന്ന വലിയ വിഷയം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സാർ. ആ ഒരു വിഷയം കൂടെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ 2 വിഷയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. തൽക്കാലം നമുക്ക് ഈ സെഷനോടെ സാറിന്റെ പെർമിഷനോടുകൂടി വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.